ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനി ബോർഡ് LGSൻ്റെ ക്ലാസ്സാണ്. അതിലെ സാമൂഹ്യശാസ്ത്രം 7ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നായിട്ട് 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് 3ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരമാണ്. ഇത് നമ്മൾ റാങ്ക് ഫയലിൽ ചെയ്ത കാര്യം തന്നെയാണ്. പക്ഷേ 7ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രത്തിൽ ഇത് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ചവർക്ക് ഇവിടെ ഇത് റിവിഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരാരും ഉണ്ടെങ്കിൽ വീഡിയോയിൽ, അതായത് നമ്മളെ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, കമ്പനി ബോർഡ് LGSൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോയും കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷുവറായിട്ടും ലിസ്റ്റിൽ വരാനാവും. ഓക്കെ, എന്നാൽ ക്ലാസ്സിലേക്ക് പോകാതെ. ഓക്കെ, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും മുന്നേ നമ്മൾ ചെയ്തതാണ്. കമ്പനി ബോർഡ് LGSൻ്റെ നമ്മളെ സിലബസ് ബേസ്ഡ് റാങ്ക് ഫയൽ ചെയ്ത കാര്യം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഒന്നുകൂടി നിങ്ങൾക്ക് റിവിഷൻ കിട്ടും ഇതിലൂടെ. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ പോയിൻ്റ് റാങ്ക് ഫയൽ ഇല്ലാത്ത എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ SCRT അതും കിട്ടും. ഓക്കെ, എന്നാൽ ചോദിക്കലാണേ. ഒന്നാമത്തെ ചോദ്യം, ഓർമ്മക്കുറിപ്പ് എന്ന കൃതി ആരുടേതാണ്? ഒന്നാമത്തെ ചോദ്യമാണ് ഓർമ്മക്കുറിപ്പ്. ഓക്കെ, ഓർമ്മക്കുറിപ്പ് എന്ന കൃതി ആരുടേതാണ്? ഓർമ്മക്കുറിപ്പ് എന്ന കൃതി ആരുടേതാ? ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാണ്? ആരുടെയാ? വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, ഓർമ്മക്കുറിപ്പ് എന്ന കൃതി ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആരുടെ വരവോടെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാമത്തെ ഘട്ടം ആരംഭിച്ചത്? ആരുടെയാ? ആരുടെ വരവോടെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാമത്തെ ഘട്ടം? ഓക്കെ, 3ാമത്തെ ഘട്ടം ആരംഭിച്ചത് ആരുടെ വരവോടാ? ആരുടെയാണ്? ആരെയാ? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ്, ഗാന്ധിജി. ഓക്കെ, ആരുടെ വരവോടെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാമത്തെ ഘട്ടം ആരംഭിച്ചത്? ഗാന്ധിജിയാണ്, ഗാന്ധിജി. ഓക്കെ, ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മുന്നേ പഠിച്ചതാണേ. ഈ ചോദ്യം മുന്നേ പഠിച്ചതാണേ, പറഞ്ഞോ. ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം. ഓക്കെ, ഗാന്ധിയൻ കാലഘട്ടം എപ്പോഴാണ്? എത്ര മുതൽ എത്ര വരെ? ഇത് നമ്മൾ സ്വാതന്ത്ര്യ സമരം ഗാന്ധി എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ ഇതെല്ലാം പറഞ്ഞതാണ്. 1919 മുതൽ 1947 വരെയാണ്. ഓക്കെ, 1919 മുതൽ 1947 വരെയാണ് കേട്ടോ. ഓക്കെ, ഗാന്ധിയൻ കാലഘട്ടം 1919 to 1947. ഓക്കെ, അടുത്ത ചോദ്യം, ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എപ്പോഴാണ്? ഇതും പഠിച്ചതാണേ. എപ്പോഴാ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എപ്പോഴാണ്? നമ്മളെന്ന് പറയുന്നു പ്രവാസി ഭാരതീയ ദിവസം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എപ്പോഴാണ്? 1915 ജനുവരി 9 ആണ്. 1915 ജനുവരി 9. 1915 ജനുവരി 9 ആണ്. ഓക്കെ, ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 ആണ്. ഓക്കെ, ഗാന്ധിജിയുടെ സമരരീതി എല്ലാവർക്കും അറിയില്ലേ? അഹിംസയിൽ അധിഷ്ഠിത സത്യാഗ്രഹം. ഓക്കെ, ഗാന്ധിജിയുടെ സമരരീതി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. ഓക്കെ, സബർമതി ആശ്രമം എവിടെയാണെന്ന് അറിയില്ല. ഗുജറാത്തിൽ അഹമ്മദാബാദിലാണ്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞതാണ്, അന്ന് പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ജസ്റ്റ് പറയുന്നുള്ളൂ. ഓക്കെ, സബർമതി ആശ്രമം എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ കേട്ടോ. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിൽ. ഓക്കെ, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഓക്കെ, ഓക്കെ, ഗുജറാത്തിലെ അഹമ്മദാബാദാണ് സബർമതി ആശ്രമം. ഓക്കെ, സെറ്റ്. അതും വേണ്ട, ഇത് വേണം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാ? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരനാണ്. ചമ്പാരൻ. ഓക്കെ, ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം തന്നെയാണ്. ഓക്കെ, ചോദ്യം ഇതാണ്, ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മുന്നേ പഠിച്ചതാണ്. പറ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാർ കേട്ടോ, ബീഹാർ. ഓക്കെ, ബീഹാറാണ്. അടുത്ത ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? 1917 ആണ്. 1917. ഓക്കെ, 1917. ഈ 3 ക്വസ്റ്റ്യൻ ഓർമ്മിച്ച് വെച്ചാൽ, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന ബീഹാറിലാണ്. 1917 ആണ്. മുന്നേ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ ഗാന്ധിജി നേതൃത്വം നൽകിയ സമരമാണ് ഏതാ? ചമ്പാരനാണ്. ചമ്പാരൻ കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹം. ഒന്നുകൂടി പറയാം,
ബീഹാർ എല്ലാം പഠിച്ചറിയുന്നത് ബീഹാറിലെ ചമ്പാരനിലാണ്. ഓക്കെ, നീലം കർഷകരാണ്, അതാണ് എക്സ്ട്രാ പഠിക്കേണ്ടത്. നീലം കർഷകർ. ഓക്കെ, നീലം കർഷകരെ തോട്ടം ഉടമയായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനാണ് ഗാന്ധി നേതൃത്വം നൽകിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം എപ്പോഴാണ്? അഹമ്മദാബാദ്. ഓക്കെ, അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം എപ്പോഴാണ്? പഠിച്ചതാണ്, എല്ലാം പഠിച്ചതാണ് നമ്മൾ. നിങ്ങൾക്ക് ഇത് റിവിഷനാണെന്നൊക്കെ അറിയാം. ഓക്കെ, അത് പടപടയെ പറഞ്ഞു. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം 1918 1918. ഓക്കെ, 1918. ഓക്കെ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. ഓക്കെ, അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. ഓക്കെ, അടുത്ത ചോദ്യം, 1918. ഓക്കെ, 1918 ഗാന്ധിജി അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനു വേണ്ടി നടത്തിയ സമരം ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് ഇത്രയും നേരം പറഞ്ഞത്. എന്ത്? അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. ഓക്കെ, എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചാൽ 1918. ഓക്കെ, 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനമാണ്. ഓക്കെ, വേതന വർധനവിന് വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഗേദ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? ഗേദ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? ഗേദ സത്യാഗ്രഹം എപ്പോഴാണ് നടന്നത്? എപ്പോഴാണ്? 1918. 1918. ഓക്കെ, ഗേദ സത്യാഗ്രഹം നടന്ന വർഷം 1918. ഞാൻ ചോദ്യം പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ് തരുന്നത് നിങ്ങൾക്ക് പറയാനാണ്. നിങ്ങൾ പറയണം കേട്ടോ, ഒച്ചത്തിലോ മെല്ലയോ എങ്ങനെ വേണമെങ്കിൽ പറയണോ, നിങ്ങൾ മനസ്സിൽ ആൻസർ പറയണേ. ഓക്കെ, ഗേദ സത്യാഗ്രഹം നടന്ന വർഷം 1918. ഓക്കെ, ഗേദ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഗേദ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനത്താണ് ഗേദ സ്ഥിതി ചെയ്യുന്നത്? എവിടെയായിരിക്കും? ഗുജറാത്താണ്. ഗുജറാത്ത്. ഓക്കെ, ഗേദ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ നശിച്ചതിന് ബ്രിട്ടീഷുകാർ നികുതി ഇളവ് നൽകാത്തതിനാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ നികുതി നിഷേധമാണ് ഏത് സത്യാഗ്രഹം അല്ലെങ്കിൽ ഏത് സമരം? ഏതാ? ഗേദ സത്യാഗ്രഹം. ഒന്നുകൂടി പറയാം, പ്രകൃതിക്ഷോഭം. ഓക്കെ, പ്രകൃതിക്ഷോഭം ഉണ്ടായി. അപ്പോൾ കാർഷിക വിളകൾ നശിച്ചു. ഓക്കെ, ബ്രിട്ടീഷുകാർ അതിന് നികുതി ഇളവ് കൊടുത്തില്ല. അപ്പോൾ ഗാന്ധിജി ഇടപെട്ടിട്ട് നടത്തിയ സമരമാണ് ഗേദ സത്യാഗ്രഹമാണ് ഗുജറാത്ത് 1918. ഓക്കെ, അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നതിന് നടപ്പിലാക്കിയ നിയമമാണ് ഏത് നിയമം? ഓക്കെ, ഒന്നുകൂടി പറയാം, ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശം, കേട്ടോ ഇത് ഓർമ്മിച്ചേ, പൗരാവകാശങ്ങൾ ലംഘിക്കുന്നതിന് നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്. ഏത് നിയമമാണ് ആ നിയമം? പറ. ഏതാ? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട്. ഓക്കെ, റൗലറ്റ് ആക്ട്. ഓക്കെ, റൗലറ്റ് ആക്ടിന് വേറൊരു പേരുണ്ട്, അതാണ് അധികം പരീക്ഷയ്ക്ക് വരുന്നത് കേട്ടോ. ഏതാണ്? കരി നിയമമാണ്. കരി നിയമം തന്നെയാണ് ഈ റൗലറ്റ് ആക്ട് കേട്ടോ. ഓർമ്മിച്ച് ഒന്നുകൂടി പറയാം, ബ്രിട്ടീഷ് ഭരണാധികാരികൾ, ഓക്കെ, ബ്രിട്ടീഷ് ഭരണാധികാരികൾ, ഓക്കെ, ഇന്ത്യൻ ജനതയുടെ മേൽ പൗരാവകാശം, ഒരു മനുഷ്യൻ്റെ അവകാശങ്ങൾ ലംഘിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ നിയമമാണ് കരി നിയമം, റൗലറ്റ് ആക്ട്. അത്രയേ ഉള്ളൂ. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാർ നൽകിയ അധികാരങ്ങളൊക്കെ, റൗലറ്റ് നിയമം മൂലം ബ്രിട്ടീഷ് സർക്കാരിന് ഇന്ത്യൻ ജനതയിൽ മേൽ നൽകിയ അധികാരങ്ങളെന്ന് പറയുന്നത് ഓർത്ത് വെച്ചോ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അവർക്ക് തോന്നിയ പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, വാറണ്ടൊന്നും വേണ്ട. ഓക്കെ, അടുത്തത്, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിൽ വെക്കാം. ഓക്കെ, വിചാരണയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിൽ വെക്കാം. ഓക്കെ, ഇന്ത്യക്കാരെ. അടുത്തത്, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഓക്കെ, പ്രത്യേക കോടതികൾ ഉണ്ടാക്കുക, അതിൽ ആരും അറിയാതെ രഹസ്യ വിചാരണ നടത്താം ഇന്ത്യക്കാരെ. ഓക്കെ, അടുത്തത്, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കുകയും ചെയ്യാം. ഓക്കെ, ഇന്ത്യക്കാരെങ്കിലും കോടതി വിധിക്കെതിരെ അപ്പീൽ പോയി കഴിഞ്ഞാൽ അത് നിഷേധിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ കേട്ടോ, ഓർത്ത് വെച്ചേ. ഓക്കെ, അടുത്ത ചോദ്യം, റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് എപ്പോഴാണ്? റൗലറ്റ് നിയമത്തിനെതിരെ, ഓക്കെ, രാജ്യം മുഴുവൻ കരി നിയമം, ഓക്കെ, കരിദിനം കേട്ടോ, കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് എപ്പോഴായിരിക്കും? 1919 ഉറപ്പായിരിക്കും. ഓക്കെ, 19 ഏപ്രിൽ 6 1919 ഏപ്രിൽ 6 റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ കരിദിനം കേട്ടോ, കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം കേട്ടോ, റൗലറ്റ് വിരുദ്ധ സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? 2 പേർ ഓർത്ത് വെച്ചാൽ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും കേട്ടോ. റൗലറ്റ് വിരുദ്ധ സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം കൊടുത്തതാണ്
സത്യപാൽ കേട്ടോ, സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലുമാണ്. ഇത് മുന്നേ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ക്ലാസ് മറ്റേ റാങ്ക് ഫയൽ എടുക്കുമ്പോൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. റൗലറ്റ് സമരവിരുദ്ധത്തിന് പഞ്ചാബിൽ നേതൃത്വം കൊടുത്താണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുവും. ഓക്കെ, അടുത്തത് റൗലറ്റ് വിരുദ്ധ സമരത്തിൽ നേതൃത്വം നൽകിയ ഏതൊക്കെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ ജാലിയൻവാലയിൽ ഒത്തുകൂടിയത്? അവരാണ് ഇത്. ഓക്കെ, ആരല്ല? സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലുമാണ്. ഓക്കെ, അതായത് സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലുവും സംബന്ധിച്ചാൽ റൗലറ്റ് വിരുദ്ധ സമരത്തിന്, ഓക്കെ, റൗലറ്റ് വിരുദ്ധ സമരത്തിന് ഈ സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതിനെ പ്രതിഷേധിച്ചിട്ട് ജനങ്ങൾ ജാലിയൻവാലയിൽ ഒത്തുകൂടി. ഓക്കെ, ആടെയാണ് വെടിവെപ്പ് ഉണ്ടായത്. ഓക്കെ, അതായത് ഇവരെ അറസ്റ്റ് ചെയ്തതിനെ പ്രതിഷേധിച്ചിട്ടാണ് അവരവിടെ ഒത്തുകൂടിയത്. ആ സമയത്താണ് വെടിവെപ്പ് ഉണ്ടായത്. ഓക്കെ, അടുത്ത ചോദ്യം, ജാലിയൻവാലാബാഗിൽ കൂടിയ ജനങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിയുതിർത്ത് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ സംഭവമാണ് ജാലിയൻവാലാ കൂട്ടക്കൊല. ഓക്കെ, അതന്നെ ഇത്ര തന്നെ പറഞ്ഞത്. ഇത് ജാലിയൻവാലാബാഗിൽ കൂടിയ ജനങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിയുതിർത്തു. ഓക്കെ, ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ സംഭവമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, ജാലിയൻവാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇത്ര നേരം പറഞ്ഞ കാര്യമാണ്. ഏതാ? പഞ്ചാബാണ്. പഞ്ചാബ്. ഓക്കെ, ജാലിയൻവാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ്. ഓക്കെ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് എപ്പോഴാണ്? 1919. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919. ഫാൻസി. ഓക്കെ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി നൽകിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരികെ നൽകിയതാണ് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ, അടുത്ത ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി, ഓക്കെ, സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചതാരാ? ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് ഉപേക്ഷിച്ചത്. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായ കുട്ടി ആരാണ്? ഓക്കെ, കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നത്. ഓക്കെ, ആരാണ്? ഉദ്ധം സിംഗ് ആണ്. കേട്ടോ. ഓക്കെ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായ കുട്ടിയാണ് ഉദ്ധം സിംഗ്. ഓക്കെ, ഉദ്ധം സിംഗ്. ഓക്കെ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചതാരാണ്? സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉദ്ധം സിംഗ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മൈക്കിൾ ഒ ഡയറാണ്. ഇതെല്ലാം മുന്നേ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് പിന്നെ പറയാത്തത്. മുന്നേ പറഞ്ഞ സാധനമാണ്. ഓക്കെ, മൈക്കിൾ ഒ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്. ഓക്കെ, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്, അതായത് ഉദ്ധം സിംഗിനെ തൂക്കിക്കൊന്നത് 1940 ജൂലൈ 31. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31. ഓക്കെ, ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ഖലീഫയാണ്. ഓക്കെ, ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ഖലീഫ. ഓക്കെ, അടുത്ത ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി സാമ്രാജ്യം ഏത് സഖ്യത്തിനെതിരായിരുന്നു? തുർക്കി ബ്രിട്ടനെതിരായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചോ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി സാമ്രാജ്യം ഏത് സഖ്യത്തിനെതിരായിരുന്നു ചോദിച്ചാൽ ബ്രിട്ടനെതിരായിരുന്നു. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികൾ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന സംഭവം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായിരുന്നു ബ്രിട്ടീഷർ. നേരത്തെ പറഞ്ഞു ആരാണ് എതിരായിരുന്നു? ഓക്കെ, ബ്രിട്ടീഷർ. ആ ബ്രിട്ടീഷർ എടുക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കളായ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തുവെച്ചേ. ഓക്കെ, നല്ല പേരാ രണ്ടുപേര്. ഓക്കെ, മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കളായ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നതാണ് മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി കേട്ടോ, 2 അലിമാർ. ഓക്കെ, അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാ? അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരിക്കും? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി. ഓക്കെ, അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ, ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് എപ്പോഴാണ്? 1919 ഒക്ടോബർ 17 ഒക്ടോബർ 17. ഓക്കെ, അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതായത് INC നടത്തിയ ബഹുജന സമരം. ഓക്കെ, ബഹുജന സമരം ഏതാ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹരണ സമരമാണ്. നിസ്സഹരണ സമരം. ഓക്കെ, നിസ്സഹരണ സമരം ഓർത്ത് വെച്ചാൽ ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹരണ സമരം. നിസ്സഹരണ സമരം. ഓക്കെ, നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയ INC സമ്മേളനം ഏത്? ഇതെല്ലാം ആയിരോട്ടം പറഞ്ഞ കാര്യമാണ്, നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ആരും തെറ്റിക്കില്ല. പറഞ്ഞോ. നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമാണ്. 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം കേട്ടോ. ഓക്കെ, ഇതും പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണത്തിന് മുന്നോടിയായി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയത് ആരാണ്? ഇതിൽ 2 ചോദ്യം വരും കേട്ടോ. ഒന്ന് ഉത്തരം ഗാന്ധിജിയാണ്. ഒന്ന് ഗാന്ധിജി ചോദിക്കും, ഇതാരാ പറഞ്ഞു ചോദിക്കും. രണ്ടാമത് ചോദിക്കുന്നതെന്ന് അറിയാം, ഈ ഒരു വാക്ക് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുക. ഏതാണ്? നിസ്സഹരണ സമരമാണ്. ഒന്നുകൂടി പറയാം. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണത്തിൻ്റെ മുന്നോടി. ഓക്കെ, നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ മുന്നോടിയായി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയതാണ് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ, മുന്നേ പറഞ്ഞതാണ് നിസ്സഹരണ സമരം 2 തരം കർമ്മ പരിപാടിയാണ് കേട്ടോ. 2 തരം കർമ്മ പരിപാടിയാണ് നിസ്സഹരണ പ്രസ്ഥാനം. ഓക്കെ, ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനം. ഓക്കെ, ബഹിഷ്കരിക്കുക, എല്ലാം ബഹിഷ്കരിക്കുക. രണ്ടാമത് ക്രിയാത്മക പ്രവർത്തനം. ഓക്കെ, ക്രിയാത്മക, ഓരോന്ന് കെട്ടിപ്പടുത്തുയർത്ത് കൊണ്ടുവരും. ഓക്കെ, ക്രിയാത്മകമായിട്ട് ചെയ്യുക, ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ഓക്കെ, അങ്ങനെ നിസ്സഹരണ സമരത്തിൽ 2 തരം കർമ്മ പരിപാടി. ഒന്ന് ബഹിഷ്കരണ പ്രസ്ഥാനം, 2 ക്രിയാത്മക പ്രസ്ഥാനം. എന്താണ് ബഹിഷ്കരണ പ്രസ്ഥാനം? എന്തൊക്കെ വരുന്നുണ്ട്? ബഹിഷ്കരിക്കുക. എന്തൊക്കെ ബഹിഷ്കരണ പ്രവർത്തനത്തിൽ ബഹിഷ്കരിക്കുന്നുണ്ട് ചോദിച്ചാൽ, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക. ഉറപ്പായിട്ടും ബ്രിട്ടനിൽ നിന്ന് കൊണ്ട് ഇറക്കുന്ന ഇടുന്ന അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിൽ കൊണ്ടുപോകും. ബ്രിട്ടനിൽ കുറേ തുണിത്തരം മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് വലിയ പൈസ വിറ്റഴിക്കും. അപ്പോൾ അത് ഒഴിവാക്കും. അതായത് വിദേശ വസ്ത്ര ബഹിഷ്കരണം. ഓക്കെ, രണ്ടാമത് നികുതി നിഷേധം. ഓക്കെ, നികുതി നിഷേധിക്കുക. ഓക്കെ, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന നികുതി നിഷേധിക്കുക. ഓക്കെ, മൂന്നാമത്തത് പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കുക. ഓക്കെ, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിക്കുക. നാലാമത്തത് കോടതിയും ബഹിഷ്കരിക്കുക. ഓക്കെ, കോടതിയും ബഹിഷ്കരിക്കുക. ഇതെല്ലാം ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ പെടുന്നതാണ്. ഓക്കെ, അടുത്തത് ക്രിയാത്മക പ്രവർത്തനമാണ്. ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഓക്കെ, എന്തെല്ലാം ക്രിയാത്മക പ്രവർത്തനം ചോദിച്ചാൽ, ഹിന്ദു മുസ്ലിം ഐക്യം. ഓക്കെ, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഐക്യം ആയിട്ട് ഒന്നിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. ഓക്കെ, ഹിന്ദു മുസ്ലിം ഐക്യം. രണ്ടാമത് ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം. ഓക്കെ, ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം. ഓക്കെ, എല്ലാവരും ഖാദി വസ്ത്രം ഉപയോഗിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഒഴിവാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് അയിത്തോച്ചാടനം. ക്രിയാത്മക പ്രവർത്തനത്തിൽ വരുന്നതാണ് അയിത്തോച്ചാടനം. ഓക്കെ, അടുത്തത് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഓക്കെ, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഹിന്ദി ഉപയോഗിച്ചുകൊണ്ട് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഓക്കെ, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിനട്ടെ. ഇതെല്ലാം മുന്നേ പറഞ്ഞതാണ്, അതുകൊണ്ട് സ്പീഡ് പറഞ്ഞേട്ടാ. ഓക്കെ, അടുത്ത ചോദ്യമാണ്, മലബാർ കലാപം നടന്ന വർഷം എപ്പോഴാണ്? മലബാർ കലാപം നടന്ന വർഷം എപ്പോഴാണ്? മലബാർ കലാപം നടന്നത് 1921. 1921 മലബാർ കലാപം നടന്നത്. 1921. ഓക്കെ, മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനവും 2 നിസ്സഹരണ പ്രസ്ഥാനം. ഓക്കെ, മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങളാണ് ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനവും ഒന്ന് നിസ്സഹരണ പ്രസ്ഥാനവും. ഈ 2 കാര്യവും നിസ്സാരമായി തള്ളിക്കളയാറായി. ഇത് സംബന്ധിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവും ചിലപ്പോൾ. മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങൾ ഏതല്ല? 4 പ്രസ്ഥാനം തന്നെ ഉണ്ടാവും. 1, 2 ശരി, 2, 3 ശരി, 4 ശരി, എല്ലാം തെറ്റി. ഓക്കെ, ചോദ്യം കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മലബാർ കലാപത്തോടനുബന്ധിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്? മലബാർ കലാപത്തോടനുബന്ധിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് മൗലാന ഷൗക്കത്ത് അലിയാണ്. ഷൗക്കത്ത് അലിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഓക്കെ, മലബാർ കലാപത്തിൻ്റെ കാരണങ്ങളൊന്ന് പറയുന്നുണ്ട്, ഓർത്ത് വെച്ചേ. മലബാർ കലാപത്തിൻ്റെ കാരണങ്ങളൊന്ന് പറയുന്നുണ്ട്, ഓർത്തോ. ബ്രിട്ടീഷുകാരോടും ജമ്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിലനിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത് ഒരു കാരണം. ഓക്കെ, രണ്ടാമത്തെ കാരണം, ഖിലാഫത്ത് നേതാവ് അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്ന തെറ്റായ വാർത്ത പരന്നത് രണ്ടാമത്തെ കാരണം. ഓക്കെ, ഒന്നുകൂടി പറയാം.
മലബാർ കലാപത്തിൻ്റെ കാരണങ്ങൾ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് ബ്രിട്ടീഷുകാരോടും ജമ്മിമാരുള്ള എതിർപ്പ് കർഷകരെ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഗിലാവത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ എത്തിയത്. ഓക്കെ. രണ്ടാമത്തേത് ഗിലാവത്ത് നേതാവായ അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തെന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത്. ഓക്കെ. ഈ 2 കാരണം കൊണ്ട് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം എപ്പോഴാണ്? മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം എപ്പോഴാണ്? മുന്നേ പഠിച്ചതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, പറ. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920 ആണ്. 1920 കേട്ടോ. 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, മലബാർ കലാപ സമയത്ത് പൂക്കോട്ടൂർ ഗിലാവത്ത് കമ്മിറ്റി സെക്രട്ടറി ആരായിരുന്നു? ആരാ? മലബാർ കലാപ സമയത്ത് പൂക്കോട്ടൂർ ഗിലാവത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ് ആണ്. വടക്കേ വീട്ടിൽ മുഹമ്മദ് കേട്ടോ. ഓക്കെ, വടക്കേ വീട്ടിൽ മുഹമ്മദ് ആയിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്നിവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇങ്ങനത്തെ ചോദ്യം വരും കേട്ടോ. ഓക്കെ, ഇതാണ് ചോദ്യം. കറക്റ്റായില്ല, ഇത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ. ഓക്കെ, വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്നിവർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാ? ഓക്കെ, മലബാർ കലാപമാണ്. മലബാർ കലാപം. ഓക്കെ, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അത് വേണ്ട, അവൻ ചോദിക്കില്ല, ഇത് ചോദിക്കും. ഓക്കെ. ഓക്കെ, എന്താണ് വാഗൺ കൂട്ടക്കൊല? ഓക്കെ, വാഗൺ ട്രാജഡി എന്താണ്? ഓക്കെ, വാഗൺ കൂട്ടക്കൊല, വാഗൺ ട്രാജഡി എന്താണ്? ജസ്റ്റ് പറയാം കേട്ടോ. മലബാർ കലാപത്തിൽ അങ്ങനെ മലബാർ കലാപം നടന്നുകൊടുക്കല്ലേ? ഓക്കെ, മലബാർ കലാപം നടന്നുകൊടുക്കല. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട, ഓക്കെ, മലബാർ കലാപത്തിൽ കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഗുഡ്സ് വാഗണിൽ ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി, അതായത് വാഗൺ കൂട്ടക്കൊല. ഒന്നുകൂടെ പറയാം, മലബാർ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, അവരെ പാർപ്പിക്കേണ്ടിയിട്ട് 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചരക്ക് വണ്ടിയിൽ, ഗുഡ്സ് വണ്ടിയിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി ശ്വാസം മുട്ടിച്ച് മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. ഓക്കെ, വാഗൺ കൂട്ടക്കൊല. വാഗൺ കൂട്ടക്കൊല നടന്ന വർഷം എപ്പോഴാണ്? ഓക്കെ, വാഗൺ ട്രാജഡി നടന്ന വർഷം എപ്പോഴാണ്? 1921 നവംബർ 10 ആണ്. 1921 നവംബർ 10. ഓക്കെ, വാഗൺ കൂട്ടക്കൊല നടന്ന വർഷം 1921 നവംബർ 10 ആണ്. നവംബർ 10. ഓക്കെ, ഓർത്ത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇതല്ലോ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ചൗരി ചൗര സംഭവം നടന്ന വർഷം എപ്പോഴാണ്? ചൗരി ചൗര സംഭവം നടന്ന വർഷം എപ്പോഴാണ്? 1922 ആണ്. 1922. ഓക്കെ, ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം സിമ്പിളായിട്ട് ഓർമ്മിക്കാനോ അന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1922, അതിൻ്റെ അകത്ത് 22 എടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ, 22 കേട്ടോ. ഓക്കെ, ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22 ആണ്. ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22. ഓക്കെ, ചൗരി ചൗര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ചൗരി ചൗര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശ്. ഓക്കെ, ചൗരി ചൗര സംഭവം നടന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. ഓക്കെ, അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തെ. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു? എന്ത് കൊണ്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്? അതാണ് ചോദ്യം. ഏതാ? ഓക്കെ, 1922 ചൗരി ചൗര സംഭവമാണ്. ഓക്കെ, ഉത്തർപ്രദേശിൽ നടന്ന 22 പോലീസുകാരെ ചുട്ടുകൊന്ന. ഓക്കെ, ചൗരി ചൗര സംഭവം. ഓക്കെ, നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഓക്കെ, ചൗരി ചൗര സംഭവം. ഓക്കെ, അടുത്ത ചോദ്യം, വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരം ഏതാണ്? ചോദ്യത്തിന് തന്നെ ആൻസർ ഉണ്ട്, പറഞ്ഞു. വൈക്കം ക്ഷേത്രം. ഓക്കെ, വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട്. ഓക്കെ, വൈക്കം ക്ഷേത്രം അതിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കാനായി നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, വൈക്കം സത്യാഗ്രഹം. ചോദ്യം ഇതാണ്, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1924 ആണ്. 1924. ഓക്കെ, 1924. ഓക്കെ,
വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? സവർണ ജാഥ. ഓർത്തെ, ഈ പേര് കേട്ട വേറെ നോക്കണ്ട, ഉത്തരം എഴുതി. ഓക്കെ, സവർണ ജാഥ മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഓക്കെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥ ആരാണ് നടത്തിയത്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കം ക്ഷേത്രത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് 1924 നവംബർ 1 1924 നവംബർ 1. ഒക്കെ ഒന്നും പറയാം. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്തിൽ നിന്ന്, ഓക്കെ, വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് യാത്ര പോയത്. ഓക്കെ, സവർണ ജാഥ നടത്തിയത് 1924 നവംബർ 1 മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഓക്കെ, വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് സവർണ ജാഥ നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? അങ്ങനെ മന്നത്ത് പത്മനാഭൻ ടീം 1924 നവംബർ 1 വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി. ഓക്കെ, നിവേദനം എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ആ നിവേദനം വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സവർണ ജാഥയുടെ നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? സേതുലക്ഷ്മി ബായി ആണ്. സേതുലക്ഷ്മി ബായി. ഓക്കെ, സേതുലക്ഷ്മി ബായിക്കാണ് നിവേദനം കൊടുത്തത്. ഓക്കെ, ഇതെല്ലാം മുന്നേ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഓക്കെ, യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെല്ലാം കൂടി രൂപീകരിച്ച സംഘടന ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെല്ലാം കൂടി രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച INC സമ്മേളനം നമ്മൾ 10 പഠിച്ചില്ല? ഇത് ഓർമ്മയില്ല നിങ്ങൾക്ക്? പറഞ്ഞോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച INC സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. ഓക്കെ, നിയമലംഘന പ്രസ്ഥാനത്തിൽ ലക്ഷ്യം എന്ന സംവിധാനം ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അതായത് ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന ബ്രിട്ടീഷ് നിയമങ്ങളെ നമ്മൾ ലംഘിക്കുക. അത്രയേ ഉള്ളൂ. നിയമലംഘനം, അതിൽ തന്നെ ആൻസർ ഉണ്ട്. നിയമലംഘന പ്രസ്ഥാനം എന്ന അതാ സംഭവം. ഓക്കെ, ചോദ്യം ഇങ്ങനെ ഉണ്ടാവുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിയമലംഘന സമരത്തിൻ്റെ പ്രതീകമായി മാറിയത് എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിയമലംഘന സമരത്തിൻ്റെ പ്രതീകമായി മാറിയത് എന്താണ്? ഉപ്പാണ് കേട്ടോ. ഉപ്പ്. ഓക്കെ, ഉപ്പാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിയമലംഘന പ്രതീകമായി മാറിയത് ഉപ്പാണ്. ഉപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഉപ്പ് നിയമം ലംഘിക്കാൻ സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സമർപ്പിക്കും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉപ്പ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് പറഞ്ഞത്. ഓക്കെ, ഗാന്ധിജി. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് എപ്പോഴാണ്? ഇതെല്ലാം മുന്നേ നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, എപ്പോഴാണ്? അതായത് ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധി തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6 1930 ഏപ്രിൽ 6 ഏപ്രിൽ 6. ഓക്കെ, ഏപ്രിൽ 6. ഓക്കെ, അടുത്ത ചോദ്യം. ഉപ്പ് നിയമം ലംഘിക്കാൻ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് പോകുമ്പോൾ ഗാന്ധിജിയോടൊപ്പം എത്ര ആൾക്കാർ ഉണ്ടായിരുന്നു? എത്രയാ? അതായത് ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്താണെന്ന് അറിയില്ല എല്ലാവർക്കും. ഓക്കെ, ദണ്ഡി കടപ്പുറത്തേക്കാണ് പോയത്. ഓക്കെ, സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് പോകുമ്പോൾ ഗാന്ധിജിയുടെ ഒപ്പം എത്ര അനുയായികൾ ഉണ്ടായിരുന്നു? കൂടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു? അതാണ് ചോദ്യം. എത്രയാ? 7-8. ഓക്കെ, 78. 78. 7-8 ആൾക്കറിയാം. ഓക്കെ, 78. ഓക്കെ, 78. ഫാൻസിയാണ്. 7ഉം 8ഉം 7, 8. ഓക്കെ, 78. 78. ഓക്കെ, 78. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ C. കൃഷ്ണൻ നായർ ഉണ്ടായിരുന്നു, ടൈറ്റസ് ഉണ്ടായിരുന്നു, ശങ്കരൻ എഴുത്തച്ഛൻ ഉണ്ടായിരുന്നു, രാഘവ പൊതുവാൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികളായിരുന്നു C. കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഓക്കെ, അടുത്ത ചോദ്യം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആരാണ് അദ്ദേഹം?
കെ കേളപ്പനാണ് കെ കേളപ്പൻ ഓക്കെ കെ കേളപ്പൻ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കണ്ണൂരാണ് കണ്ണൂർ പയ്യന്നൂർ ഓക്കെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ് കെ കേളപ്പൻ ഓക്കെ. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപ്പിള്ളിയുമായിരുന്നേ ഓക്കെ. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപ്പിള്ളിയാണ് പി കൃഷ്ണപ്പിള്ള ഓക്കെ. അത് വേണ്ട ഓക്കെ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാ? അതിർത്തി ഗാന്ധി ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓക്കെ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് നിയമലംഘനം സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഓക്കെ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് നിയമലംഘന സമരത്തിന് നേതൃത്വം കൊടുത്തത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഓക്കെ. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? നിയമലംഘന പ്രസ്ഥാനത്തിൽ കുറേ വനിതകളും പങ്കെടുത്തിട്ടുണ്ട് ഓക്കെ. അങ്ങനെയല്ലേ വനിതകൾക്ക് നേതൃത്വം കൊടുത്ത ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സരോജിനി നായിഡു ഓക്കെ. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? സരോജിനി നായിഡു ആണ് ഓക്കെ. അടുത്ത ചോദ്യം, മുന്നേ പഠിച്ച കാര്യമാണല്ലോ. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരാണ്? ചോദ്യം ഇങ്ങനെയല്ലേ വരിക, ചോദ്യം ഇങ്ങനെ ഉണ്ടാവുക. ഉത്തരം ഞാൻ പറഞ്ഞിട്ട് പറയാം. ഉത്തരം അതായത് ചോദ്യം ഇതാണ്, നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരാണ്? റാണി ഗൈഡിൻലു ആണ്. റാണി ഗൈഡിൻലു ഓക്കെ. PSC ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ. റാണി ഗൈഡിൻലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇങ്ങനെയാണ് എപ്പോൾ വരുത്തുക ഓക്കെ. നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ. നമ്മൾ പറയാം നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിൻലുവിനാണ് ഓക്കെ. റാണി ഗൈഡിൻലു ഓക്കെ, പഠിച്ചു വെച്ചേ ഓക്കെ. ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങിയ പ്രദേശത്തെ നിയമലംഘന സമരത്തിൽ നേതൃത്വം കൊടുക്കുകയും ചെയ്തത് റാണി ഗൈഡിൻലു ആണ് ഓക്കെ. അതായത് ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായിട്ട് മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിന് നേതൃത്വം കൊടുത്തത് റാണി ഗൈഡിൻലു ഓക്കെ. 13 വയസ്സായിട്ട് ആ സമയത്ത് 13 വയസ്സാണ് 13 വയസ്സ് ഓക്കെ. റാണി ഗൈഡിൻലു ആണ് ഓക്കെ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? 1931 1931 കേട്ടോ ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ഓക്കെ. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത് ആരാണ്? അഭ്യർത്ഥിച്ചിട്ടുണ്ടാവുക? ഉറപ്പായിട്ടും ഗാന്ധിജി ആയിരിക്കും ഓക്കെ. ഗാന്ധിജി ഓക്കെ. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത് ഗാന്ധിജി ഓക്കെ. ഗാന്ധിജിയുടെ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ആരാണ്? ഏത് വ്യക്തിയാണ്? ഗാന്ധിജിയുടെ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിയതാരാണ്? കെ കേളപ്പനാണ് നിരാഹാരം കടന്നത് ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തെ ക്ഷേത്രം ട്രസ്റ്റിയാണ് സാമൂതിരി കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്തെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ആരാണ്? സാമൂതിരി ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മറ്റ് നേതാക്കൾ പി കൃഷ്ണപ്പിള്ള ഉണ്ട്, AKG ഉണ്ട് ഓക്കെ. AK ഗോപാലൻ കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മറ്റ് നേതാക്കളാണ് പി കൃഷ്ണപ്പിള്ള, AKGയും ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു അംബേദ്കർ കേട്ടോ. അംബേദ്കർ അതിൽ പ്രമുഖനായിരുന്നു. ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിൽ പ്രമുഖനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ ഓക്കെ. അടുത്ത ചോദ്യം, വട്ടമേശ സമ്മേളനങ്ങൾ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹിക അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുകയും ചെയ്ത വ്യക്തി ആരാണ്? അതാണ് ഈ പറഞ്ഞത്. അംബേദ്കർ കേട്ടോ ഓക്കെ. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹിക അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടതാരാണ്? അംബേദ്കർ ഓക്കെ. അടുത്ത ചോദ്യം, അധസ്ഥിത വിഭാഗത്തിന് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സംവരണം ചെയ്താൽ അവർ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കാരണമാകും എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരായിരിക്കും? ഓക്കെ. അംബേദ്കർ പറഞ്ഞു അവർക്ക് പ്രത്യേക ഇത് കൊടുക്കണോ എന്ന് പറഞ്ഞു ഓക്കെ. അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ
ഓക്കെ, അങ്ങനെ പങ്കാളികളക്കണം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേങ്കിൽ അധസ്ഥിത വിഭാഗത്തിന് അങ്ങനെ പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അതായത് അധസ്ഥിത വിഭാഗത്തിന് പ്രത്യേക നിയോജകമണ്ഡലം ബ്രിട്ടീഷ് ഗവൺമെൻറ് സംവരണം ചെയ്താൽ അവർ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കാരണമാകും. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയെ ഇത് ഓർത്ത് വെച്ചേ, ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് പറഞ്ഞത്. ഓക്കെ, അധസ്ഥിതരെ പ്രത്യേക രാഷ്ട്ര വിഭാഗമായി പരിഗണിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ മരണം വരെ ഉപവാസിക്കാൻ തീരുമാനിച്ചതാരാണ്? ആരായിരിക്കും? ഈ പറഞ്ഞാണല്ലോ. ഓക്കെ, ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ, അധസ്ഥിതരെ പ്രത്യേക രാഷ്ട്ര വിഭാഗമായി പരിഗണിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ മരണം വരെ ഉപവാസിക്കാൻ തീരുമാനിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ, ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങൾ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കാനും തീരുമാനിച്ച സന്ധി അറിയപ്പെടുന്നത് എന്താ? അതായത് ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ച സന്ധിയാണ് ഏതാണ്? പൂനാ സന്ധിയാണ്. പൂനാ സന്ധി നടന്നത് 1932. 1932 പൂനാ സന്ധി. ഓക്കെ, ഇതെല്ലാം പഠിച്ച കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതിനായി 1930, 31, 32 എന്നീ വർഷങ്ങളിൽ വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതിനായി 1930, 31, 32 ഓക്കെ 3 വട്ടമേശ സമ്മേളനം നടന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. ഓക്കെ, ലണ്ടനിലാണ് നടന്നത്. ഓക്കെ, 3 വട്ടമേശ സമ്മേളനങ്ങൾ പങ്കെടുത്ത വ്യക്തി അംബേദ്കറാണ്. അംബേദ്കർ. തേജ് ബഹദൂർ സപ്രം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനത് കൊടുത്തിട്ടില്ല, പക്ഷേ സംഭവമുണ്ട്. ഓക്കെ, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് അംബേദ്കറും തേജ് ബഹദൂർ സപ്രവും കേട്ടോ. ഓക്കെ, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്? എത്രാമത്തെയാണ്? രണ്ടാമത്തെ. ഓക്കെ, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931. 1931 രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരം ഏതാണ്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുജന സമരമാണ് ബഹുജന സമരം. ഓക്കെ, ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരം ഒന്നുകൂടി പറയാം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച ബോംബെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് 8. ഓക്കെ, 1942 ഓഗസ്റ്റ് 8. ഒന്നുകൂടി പറയാം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച ബോംബെ അഖിലേന്ത്യാ കോൺഗ്രസ്. ഓക്കെ, ബോംബെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1942 ഓഗസ്റ്റ് 8. ഓഗസ്റ്റ് 8. ഓക്കെ, അടുത്ത ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ഓക്കെ, മന്ത്രം ഇതാണ്. എന്താണ് മന്ത്രം? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓക്കെ, നാം ഇന്ത്യയെ സ്വതന്ത്രമാക്കുകയും അല്ലെങ്കിൽ പരിശ്രമത്തിൽ മരിക്കും. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പ്രഖ്യാപനത്തിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തത് ആരാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആരാണ് പറഞ്ഞത്? അതാ ചോദ്യം. ഓക്കെ, അതിൻ്റെ സാരാംശം അതാണ്. ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതാണ് ഗാന്ധിജി. അത്രയേ ഉള്ളൂ, ഗാന്ധിജി. ഓക്കെ, അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും ജയിൽ പാർപ്പിച്ച ആഗാഖാൻ കൊട്ടാരം കേട്ടോ. ആഗാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പൂനെ കേട്ടോ. പൂനെ. ഒന്നുകൂടെ പറയാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും ജയിൽ പാർപ്പിച്ചത് ആഗാഖാൻ കൊട്ടാരം കേട്ടോ. ആഗാഖാൻ കൊട്ടാരമാണ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. പൂനെയിൽ. ഓക്കെ, ജയിൽവാസത്തിനിടെ കസ്തൂർബ ഗാന്ധി മരിച്ചത് 1944 ഫെബ്രുവരി 22. ജയിൽവാസത്തിനിടെ കസ്തൂർബ ഗാന്ധി മരണപ്പെട്ടു. ഓക്കെ, എപ്പോഴാണ്? 1944 ഫെബ്രുവരി 22 കേട്ടോ. ഫെബ്രുവരി 22. ഓക്കെ, അടുത്ത ചോദ്യം. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? 2 ആളുണ്ട്. മുന്നേ പഠിച്ചതല്ലോ. ഓക്കെ, ആരാ? ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തതാണ് അരുണ അസഫ് അലിയും ജയപ്രകാശ് നാരായണനും. ഓക്കെ, ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് അരുണ അസഫ് അലിയും ജയപ്രകാശ് നാരായണനുമാണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്?
ആരാ? അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയാണ്. ഓക്കെ, കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ഓക്കെ, അരുണ ആസഫ് അലിയെ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആരാങ്ങനെ വിശേഷിപ്പിച്ചത്? അരുണ ആസഫ് അലിയെ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ, അരുണ ആസഫ് അലിയെ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഓക്കെ, ഹർത്താൽ ആചരിച്ചുകൊണ്ട് കിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് എപ്പോഴാണ്? ഹർത്താൽ ആചരിച്ചുകൊണ്ട് കിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. ഓക്കെ, ഓഗസ്റ്റ് 9. ഓക്കെ, ഹർത്താൽ ആചരിച്ചുകൊണ്ട് കിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കിറ്റ് ഇന്ത്യ ദിനം. ഓക്കെ, കിറ്റ് ഇന്ത്യ ദിനം എപ്പോഴാണ്? കിറ്റ് ഇന്ത്യ ദിനം എപ്പോഴാണ്? കിറ്റ് ഇന്ത്യ ദിനം എപ്പോഴാണ്? കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 മാറിപ്പോറ്. ഓഗസ്റ്റ് 8 മാറിപ്പോറ്. അത് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ സമരം ചെയ്യാൻ ഇത് നമ്മൾ ഒപ്പുവെച്ച് അതായത് എന്താ പറയുക അതിന് പറയുക പ്രഖ്യാപിച്ചത്, അതായത് INC സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്, അതായത് ആ സൈൻ ചെയ്ത സമയം. ഓക്കെ, നാളെ നമുക്ക് ഇത് നടത്താം. ഓക്കെ, നടത്തിയത് എപ്പോഴാണ്? ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9. അതുകൊണ്ട് തന്നെ കിറ്റ് ഇന്ത്യ ദിനം എപ്പോഴാണ്? ഓഗസ്റ്റ് 9. ആഗസ്റ്റ് 9. ഓക്കെ, ആഗസ്റ്റ് 9. ആഗസ്റ്റ് 9. അപ്പോൾ കിറ്റ് ഇന്ത്യ ദിനം ചോദിച്ചാൽ ഒരിക്കലും 8 പറയാറേ. ഓക്കെ, കിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9. ഓക്കെ, അത് വേണ്ട. അടുത്ത ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആര് പറഞ്ഞു? സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമി അതായത് INA. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചത് ആരാണ്? ഇത് മാറിപ്പോറ, ഇത് മുന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, മാറിപ്പോറ്. ഇത് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ രൂപീകരിച്ചതാരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. ഓക്കെ, റാഷ് ബിഹാരി ബോസ് ആണ്. ഓക്കെ, ചോദ്യം ഇതാണ്, റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INA നേതൃത്വം ഏറ്റെടുത്തതാരാ? ഓക്കെ, റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്താരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് റാഷ് ബിഹാരി ബോസിൽ നിന്നും ഏറ്റെടുത്തു. ഓക്കെ, റാഷ് ബിഹാരി ബോസിൽ നിന്നും സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഓക്കെ, റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INA നേതൃത്വം ഏറ്റെടുത്ത് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തെ. ജയ് ഹിന്ദ്. ഓക്കെ, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ആരുടെയാ? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ഓക്കെ, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അടുത്ത ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? മുന്നേ പഠിച്ചതല്ലോ. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അന്ത്യമായ സ്വാതന്ത്ര്യ സമരം അതായത് ഇന്ത്യയുടെ അന്ത്യമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശംസകൾ തേടുന്നു. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് പറഞ്ഞ കേട്ടോ. സുഭാഷ് ചന്ദ്രബോസാണ് പറഞ്ഞത്. നമ്മൾ പറയാം, ഇന്ത്യയുടെ അന്ത്യമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ മോചനത്തിനുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങളെ അങ്ങയുടെ അനുഗ്രഹാശംസകൾ നേരുന്നു. ഓക്കെ, തേടുന്നു. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ആരോട് പറഞ്ഞു? ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടു. ഓക്കെ, ഗാന്ധിജിയോട് ഇങ്ങനെ ചോദിച്ചത്, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമി. ഓക്കെ, INA വനിതാ വിഭാഗം നേതാവാരായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമി INA വനിതാ വിഭാഗം നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി. ഓക്കെ, INA. ഓക്കെ, INA ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകർഷണനായി INA ചേരുകയും തൻ്റെ 26ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത മലയാളി ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേ. ഓക്കെ, മുഹമ്മദ് വക്കം അബ്ദുൽ ഖാദറാണ്. ഓക്കെ, മുഹമ്മദ് വക്കം അബ്ദുൽ ഖാദറാണ്. എന്നോട് പറയാം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകർഷണനായി INA ചേരുകയും തൻ്റെ 26ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത മലയാളിയാണ് മുഹമ്മദ് വക്കം അബ്ദുൽ ഖാദർ കേട്ടോ. ഓക്കെ, ഓർത്തെ. അടുത്ത ചോദ്യം, 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടന്ന സ്ഥലം ലാഹോറാണ്. ഓക്കെ, ലാഹോറാണ്.
ഓക്കെ, അടുത്തത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന് പേരുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തിയ സമ്മേളനമാണ് 1940 ലാഹോർ സമ്മേളനം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗ് ആണെന്നും കോൺഗ്രസ്സിന് നൽകുന്ന പോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആരാ? മുഹമ്മദ് അലി ജിന്നയാണ് അഭിപ്രായപ്പെട്ടത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് കോൺഗ്രസ്സിന് കൊടുക്കുന്ന പോലെ തന്നെ മുസ്ലിം ലീഗിനും പരിഗണന തരണമെന്ന് പറഞ്ഞത് മുഹമ്മദ് അലി ജിന്ന. അത്രയേ ഉള്ളൂ. ഓക്കെ, മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ആരാണ്? അതായത് ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ച് ഇന്ത്യ എന്നൊരു രാജ്യമാക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക. ഓക്കെ, പാകിസ്ഥാൻ എന്ന രാജ്യവും രൂപീകരിക്കുക. ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഓക്കെ, മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് പ്രഖ്യാപിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, നെഹ്റു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. 14 അർദ്ധരാത്രി. ഓക്കെ, ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1947. ഓക്കെ, 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി. ഓക്കെ, ആഗസ്റ്റ് 14 അർദ്ധരാത്രി. ഓക്കെ, അടുത്ത ചോദ്യം, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാരാ? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേ. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ് പ്രസംഗം നടത്തിയത്. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ് അടുത്തത്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി നെഹ്റു അധികാരത്തിലെത്തിയത് എപ്പോഴാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വന്നത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15. ഓക്കെ, അന്ന് മുതൽ തന്നെ. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരത്തിലെത്തിയപ്പോഴാണ് 1947 ആഗസ്റ്റ് 15. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഇന്നുള്ളൂ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എത്ര ഒരു 10-100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലെ പോയിൻ്റ് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ഈ പോയിൻറ്റും കിട്ടും, നമ്മളെ സ്വാതന്ത്ര്യ സമരം ഗാന്ധി എന്നുള്ള ഭാഗം കിട്ടും. ഓക്കെ, അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരം ഗാന്ധിയിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് പഠിച്ചാൽ ബെസ്റ്റാണ്. അത് പഠിച്ചിട്ട് ഇതും കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിവിഷൻ ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും റിവിഷൻ കിട്ടും. പിന്നെ ഇത് 7ാം ക്ലാസ്സിൽ ഇപ്പം ചെയ്യുന്ന 8, 9, 10 എത്തുമ്പോൾ ഇതന്നെ പിന്നെ ആവർത്തിച്ച് വരും. അപ്പോൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ പെട്ടെന്ന് സെറ്റാവും. ഓക്കെ, എന്നാൽ ആരെങ്കിലും ഇനി മുന്നിലത്തെ വീഡിയോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കമ്പനി ബോർഡിൻ്റെ LGSൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ചാനലിൽ. അതിൽ കയറി കഴിഞ്ഞാൽ തുടക്കം മുതൽ തീരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ എല്ലാത്തിൻ്റെ വീഡിയോ കിട്ടും. ആരും കാണാണ്ട് കാണുക, ആരെങ്കിലും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, എന്നാൽ പിന്നെ കാണാം.